വസീകര നെഞ്ചകത്ത് രണ്ട് കുരു പൂച്ചക്കൂത്തി പോലത്തെ പാട്ട. ഞാൻ രണ തങ്കപ്ലക്കന്റെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്തെങ്കിലും പറയുന്നുണ്ട്. അപ്പൊ അതൊന്നല്ല, ഞാൻ ലൈവില് വന്നിട്ട് എന്റെ ചുണ്ട് പൊട്ടിയത് കാണിച്ചാൽ കണ്ടില്ലേ? ആ വികാരമുണ്ടോ കണ്ണ, ചുണ്ട് പൊട്ടി കണ്ണ, മൂടാവുണ്ടോ കണ്ണ എന്ന് പറഞ്ഞ വീഡിയോ വന്നിട്ട് ലീക്കായിട്ടുണ്ട്. ഈ തെണ്ടിയോട് എനിക്ക് എന്ത് പറയാൻ പറഞ്ഞാല് എനിക്ക് പറഞ്ഞ ഒരു ഓർമ്മ വന്നത്, മാനേജർ കം. ഇതെന്റെ മാനേജർ പറഞ്ഞ കരിഞ്ഞ കപൂർ മാനേജറാണ്. ഞാനാണ് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണത്. ചേച്ചി ലൈവിൽ പോയ എന്താ പ്രശ്നം? ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഒരു കുഞ്ഞിക്കുട്ടിയെ നോക്കാൻ വേണ്ടി. അതെ, എന്റെ ചുണ്ട് പൊട്ടി വീഡിയോ എടുത്ത് ലീക്ക് ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും വശക്കുന്ന അതിന് മക്കളെ. അപ്പൊ അവർക്ക് എതിരായിട്ട് തന്നെ പറഞ്ഞത് എന്റെ കരിഞ്ഞ കപൂർ പറയും. ചേച്ചി ഇനിയും വീഡിയോ ഇട്ടു. ആരട്ടാ അത് ചെയ്യാൻ ഇത്ര വലിയ ഗുണമുള്ളത്? വീഡിയോ എടുത്തിട്ട് പറയാണ്ട് ഈ തൊള്ള കണ്ടിട്ട് ആടിന്റെ കൂത്തിന്റെ പോലെയാണ്. അത് മറ്റൊരു പറഞ്ഞു. ഈ ചുണ്ട് കണ്ടിട്ട് ആർക്ക് വികാരം തോന്നുന്നത്? എന്റെ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ട് അവര് നല്ലതായിട്ട് വികാരമായിട്ട് കണ്ട് ആസ്വദിക്കുന്നത് മാത്രം പോരാ, എന്നിട്ട് എന്റെ ചുണ്ടിന് കുറ്റം പറയാ. പിന്നെ ഞാൻ ആകെ ഇടുന്നത് പറഞ്ഞാൽ ഈ പൂച്ചക്കുത്തി മാത്രം ഈ വാട്ടിയും പിന്നെ ചെറിയ അടക്ക പോലത്തെ രണ്ട് കുരുവും കാണിക്കാനാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം. സംഭവം ചേച്ചിക്ക് അടക്കന്മാരത്തെ കപ്പളാണെങ്കിൽ നമ്മളിത് ടപ്പള് വെച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കും അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഈ തെണ്ടികൾക്ക് ഇത്ര കുഴപ്പമെന്തിനാ? ചേച്ചി മറ്റൊരു പറഞ്ഞു അത് ഫെയർ ലെവലിൽ വെച്ച് ഞാൻ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞു ഈ കാണുന്ന രണ്ട് അടക്കപ്പത്തെ കുരു ഫെയർ ലെവലിൽ വെച്ചാൽ മാറിപ്പോകുന്നു. അതെന്ത് അങ്ങനെയാണ് എന്ന് പോണ്ടേ? പല തെണ്ടികളും പറയുന്നുണ്ട്, എന്നെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ദുബായിൽ പോകുന്ന സ്വർണ്ണക്കടത്തിനാണ് മാനേജർ പറഞ്ഞത്. ദുബായിൽ സ്വർണ്ണക്കടത്തിനൊന്നല്ല, ഞങ്ങൾ നല്ല പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പോണത്. പക്ഷെ പരിപാടി ഒന്നും കാണാനില്ല. അത് നമ്മുടെ കുറ്റല്ലല്ലോ. അതുപോലെ ഡാൻസ് ബാറിൽ നന്നാ അടിപൊളിയായിട്ട് പാട്ടും പാടിയിട്ടുണ്ട്. ആ പാട്ടാണ് വൈറലായിട്ടുള്ളത്. ആ വൈറലെ പാട്ടില് വസീകര നെഞ്ചകത്ത് രണ്ട് കുരു പൂച്ചക്കൂത്തി പോലത്തെ പാട്ട. ഈ പാട്ടാണ് ഒന്ന് വൈറലായത്. പാട്ടൊന്ന് വൈറലായപ്പോഴാണ് എന്റെ മാനേജർ കുറെ ബുക്ക് ചെയ്തിട്ടുള്ളത്. എവിടൊക്കെ മാനേജർ പറഞ്ഞു കൊടുക്കുന്നത്? ദുബായിണ്ട്, ഷാർജുണ്ട്, പിന്നെ തമ്പാങ്കട ബീച്ചിലുണ്ട്, വാടനപ്പള്ളിയുണ്ട്. അപ്പൊ ഞാൻ എന്ത് പരിപാടി ലൈവ് ഇടുന്നെങ്കിൽ എന്റെ കരിഞ്ഞ കപൂർ മാനേജർ ഉള്ളത് കൊണ്ട് മാത്രമേ ഞാൻ ഇടുള്ളൂ. കരിഞ്ഞ കപൂറിന് എന്റെ സത്യാവസ്ഥ അറിയാം. പിന്നെ ഞാൻ ഒരു വിധവ കാരണം എല്ലാവരും എന്റെ അറ്റാക്ക് ആയിരുന്നു. പക്ഷെ പറ്റില്ല, നിങ്ങൾ പല തിണ്ടിൽ ചെയ്തോ എന്നെ തോപ്പിക്കാൻ പറ്റില്ല. പിന്നെ ചേച്ചി ഒരു മെയിൻ കാര്യം പറയാണ്ട്, ചേച്ചി ഒരു വിധവ ആയതുകൊണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ചെറുതായി കാണിക്കും, പിന്നെ പൂച്ചക്കുത്തി കാണിക്കും, പിന്നെ ഉമ്മറം കാണിക്കും, പിന്നെ പിന്നാവറം കാണിക്കും. അതൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ കാണിക്കുള്ളൂ. കൊണ്ട് എല്ലാവരും തേക്കണം വെറും 159 രൂപ മാത്രമല്ല, കണ്ട് ആസ്വദിക്ക്. ബാക്കിയുള്ളവരൊക്കെ 350. ഞാൻ സാധാരണയായിട്ട് അങ്ങനെ ചെയ്യണമല്ലോ. ഈ കുടുംബം പോറ്റേ കരിഞ്ഞ കപൂറിനൊക്കെ പോറ്റണ്ടേ? അതെ, ചേച്ചി മാനേജർ ആയതുകൊണ്ടാണ് ഞാനിപ്പോ ജീവിച്ചു പോണത് തന്നെ. ചേച്ചി സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ഒന്ന് കാണിച്ചെടുക്കും, നമ്മൾ പൈസ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതല്ല, എന്റെ ചുണ്ട കാറ്റത്ത് കാടിയിട്ട് വാടിയത് കൊണ്ടാണ് അവര്